ഫ്രിഡ്ജിൽ ഇതുപോലെ ഐസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സ് പറഞ്ഞു തരട്ടെ. സിമ്പിളാണ് കേട്ടോ, എല്ലാ അമ്മമാർക്കും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഒന്ന് ഇറച്ചിയോ മീനൊക്കെ ഒന്ന് ഫ്രീസറിൽ കയറ്റി വെച്ചിങ്ങനെ ഇതുപോലെ ഒന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തെടുത്താലൊന്നും നമുക്ക് ആ ഫ്രീസറിൽ നിന്ന് നമ്മൾ വച്ചേക്കുന്ന ഒരു ഇത് നമുക്കൊന്ന് വിടിയിച്ചെടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. ഏകദേശം ഒരു 8-10 വർഷമൊക്കെ പഴക്കമെത്തിയ ഒരു പഴയ ഫ്രിഡ്ജാണെങ്കിൽ പിന്നെ പറയുകയോ വേണ്ട അല്ലേ. നമ്മൾ ഈ പ്രസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പോലും അത് 2 മണിക്കൂർ നേരമൊക്കെ പിടിക്കും. നമ്മൾ ആ ഫ്രീസറിൽ നിന്ന് നമ്മൾ ഇറച്ചി മീനൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനായിട്ട്. അത് പറിച്ചാലും ഇങ്ങോട്ട് പോരത്തില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഒന്ന് ക്ലീൻ ചെയ്തായിട്ട് എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്കത് എടുത്താൽ പെട്ടെന്ന് വരാനായിട്ടുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഉപ്പ് നമുക്കത് ഇതുപോലെ ഒരു ബോട്ടിൽ, ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറിയിലൊക്കെ കീടങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ടും അതുപോലെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് സ്പ്രേ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ 45 രൂപ നമുക്ക് എല്ലാ കടകളിൽ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണോളം ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഉപ്പിൻ്റെ കൂടത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഏകദേശം ഒരു ഗ്ലാസ് 1.5 ഗ്ലാസോളം വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലേക്കാണ് നിങ്ങൾ ഒഴിക്കണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുറയ്ക്കാൻ കൂടുകയും ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു അറ്റം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ശക്തിക്ക് നമുക്കത് ഒരു വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കിട്ടും കേട്ടോ. ഇനി ഈ ഫ്രീസറിലൊക്കെ നമ്മൾ വച്ചേക്കുന്ന ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം നമ്മളിത് എടുത്താൽ പോരാത്ത ആ പാത്രത്തിൻ്റെ അടിഭാഗം മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരം പോലും വേണ്ട കേട്ടോ. അത് നമുക്ക് അതിന് ശേഷം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഐസ് നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ. ഈ ഉപ്പ് നമ്മൾ ആ ഒരു ഐസിലേക്ക് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐസ് നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്രീസറിലേക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉപ്പ് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. നമുക്കത് പെട്ടെന്ന് ഇതുപോലെ വിടിയിച്ച് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചിക്കന് മീനൊക്കെ നമ്മളത് പെട്ടെന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടത്തി കിട്ടാനൊക്കെ ആയിട്ടാണെങ്കിലും ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ആ ഇറച്ചിയോ മീനൊക്കെയും പെട്ടെന്ന് അടന്ന് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ഫ്രീസറിലേക്കുള്ള ആ കട്ട പിടിച്ചിരിക്കുന്ന അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഉപ്പ് അതിൻ്റെ വെള്ളം നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഒരു 10 മിനിറ്റ് നേരം കൂടെ നമുക്ക് ഇതുപോലെ അടത്തി നമ്മൾ കട്ടകളൊക്കെ നമുക്ക് ഇതുപോലെ അടത്തി കിട്ടും കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫ്രീസറിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതുപോലെ പറക്കി എടുക്കാം. കണ്ടില്ലേ, എല്ലാ കട്ടകളും നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു കത്തി, പിന്നെ ഇത് നമ്മളിങ്ങനെ കുത്താൻ നേരത്തിട്ടല്ലോ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടണം കേട്ടോ. ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടത്തി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് നമ്മൾ രാവിലെയൊക്കെ കുട്ടികളൊക്കെ വിടാനൊക്കെ ആയിട്ട് ഇറച്ചി മീനൊക്കെയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അലത്തി നമുക്കത് പറിച്ചെടുക്കൽ പാടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് അമ്മമാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സിമ്പിളല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഉപ്പ് വാഷ് ബേസിൻ നല്ല രീതിയിൽ തന്നെ നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ടും അതുമല്ല നമ്മളിപ്പം വല്ല ചാളോ അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഉളുമ്പ് മണം ഉണ്ടാവില്ലേ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വിരുന്നിറങ്ങി കയറി വരുന്നത്. അപ്പോൾ ഭയങ്കര ഉളുമ്പ് നാട്ടൊക്കെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കളയാനൊക്കെ ആയിട്ട് ആ ഒരു ഉളുമ്പ് മണം മാറ്റി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഒരു നുള്ള വിനാഗിരിയും പിന്നെ നമ്മൾ സോപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും കൂടി ഇട്ടിട്ട് ഇതുപോലെ കഴുകിയെടുത്താൽ മതി. നമുക്ക് വാഷ് ബേസിൻ നല്ല പുത്തം പോലെ തിളങ്ങി കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ഉപ്പ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കറ കളഞ്ഞ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ ഗ്ലേസിങ് ആയിട്ട് നമുക്ക് വാഷ് ബേസിനാണെങ്കിലും പൈപ്പൊക്കെ ആണെങ്കിലും പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം റിവ്യൂലായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവർക്കാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. Bye.